എല്ലാരും ഒന്ന് കൂട്ടുകാരെ മ്യൂട്ട് ചെയ്തേ. കേറി വരൂ സ്നേഹത്തിൽ. വന്നു. ഇനി എല്ലാരും ഇറങ്ങിക്കോ. ഓരോരുത്തരായിട്ട് താഴേക്ക് ഇറങ്ങിയേ. ലീ സിസ്റ്റർ മോഡ് ചെയ്യണമേ, ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ആരാ മോഡ് ചെയ്യുന്നത്? ലീ സിസ്റ്റർ കേൾക്കുന്നോ? ലീസിസ്റ്റർ ഞാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എത്തിയോ നഹാസ്? മുകളിലെത്തി. ഈ ഓക്കെ. സണ്ണിനെ ഒന്ന് താഴേക്ക് വിട്ടെ. സണ്ണും താഴേക്ക് വിടുകയാണ്. വിടാം. ഓക്കെ, ഇപ്പൊ നഹാസെ തുടങ്ങാം. വർഗീസും ഉണ്ട്. വർഗീസ് എവിടെ വർഗീസ്? ഞാൻ ഇവിടെ ഇല്ലല്ലോ. നീ റിഫ്രഷ് ചെയ്ത് നോക്ക്. പോയി. പോയി. എന്താണ് ഓക്കെ അജീഷ് അല്ലേ? അജീഷ് ഞാനും താങ്കളുമായിട്ടുള്ള സംസാരമാണ്. എനിക്കിപ്പോ യേശുവിനെ തെറി വിളിച്ചിട്ട് ഒന്നും നേടാനില്ല. അതുപോലെ നിങ്ങൾ പ്രവാചകനും തെറി വിളിക്കട്ടെ. ചുമ്മാ ഓരോ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ട് തെറി വിളിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. നിങ്ങൾക്ക് ആശയപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, ആശയപരമായിട്ടാ തുടങ്ങാൻ പോണത്. ആശയപരമായിട്ട് മതി. ഓക്കെ, ഓക്കെ, ആശയപരമായിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയാ പോരെ? എവിടെ വെച്ച് വേണമെങ്കിലും തുടങ്ങാം. എവിടെ വെച്ച്? അപ്പൊ എവിടെ വെച്ച് വേണമെങ്കിലും തുടങ്ങാന്ന് പറയാം. എന്നാ പിന്നെ നമുക്ക് അള്ളാഹുവിന്റെ ദൈവത്വം ഒന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം. ഓക്കെ. അള്ളാഹു ദൈവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? 101%. എന്നാ ഖുറാന്റെ അകത്തുനിന്ന് ആ ആയത്വം തന്നെ അള്ളാഹു ദൈവമാണെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ആയത്തിങ്ങനെ 20:14. 20 വായിച്ചോ. വായിച്ചോളൂ 20:14 അങ്ങ് വായിച്ചു. നിശ്ചയമായും ഞാൻ തന്നെയാണ് അള്ളാഹു, ഞാനല്ലാതെ ആരാധനയില്ല. അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കുക, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. എന്റെ ചോദ്യം എന്തുവായിരുന്നു? എന്ത് ചോദ്യമായാലും ഇതാണ് എന്റെ ഉത്തരം. ബെസ്റ്റ്. മോഡറേറ്റർ ഞാൻ മോഡറേറ്റർ ഇടപെടും. ഞാൻ എന്തെങ്കിലും ഒറ്റ സെക്കൻഡ്. അജീഷിന്റെ വാ പൂട്ടിയ ശേഷം ലീ സിസ്റ്റർ സംസാരിച്ചു. പുള്ളിയുടെ വാ പൂട്ടി. പുള്ളി ഒരു കള്ളനാണെന്ന് പുള്ളി തന്നെ തെളിയിച്ചു കഴിഞ്ഞു. നഹാസ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എന്റെ ഉത്തരം. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം. എന്റെ ചോദ്യം എന്തായിരുന്നു? എന്ത് ചോദ്യം? നിങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ ചോദ്യം എന്തായിരുന്നു? പിന്നെ എന്ത് ചോദ്യം എന്ന് പറഞ്ഞ എന്താണെങ്കിൽ താങ്കൾക്ക് ചോദ്യമില്ല, പക്ഷെ മറുപടി ഉണ്ട്. ചോദ്യം എന്തായിരുന്നു? ഞാൻ അല്ലാഹു ദൈവമാണെന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞ കാര്യം പറയാൻ പറഞ്ഞു. ഇതാണ്ട് ഇവിടെ അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ വാക്യം തരാനാ പറഞ്ഞത്. നേരിട്ടാണോ വളഞ്ഞിട്ടാണോ എന്ന് അജീഷ് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഖുർആനിൽ എടുത്ത വചനമാണ്. ഇത് അള്ളാഹു പറഞ്ഞ വചനമാണ്. ഇത് മുഹമ്മദ് നബിയിലൂടെ രണ്ടുപേരും കൂടി സംസാരിക്കരുത്. നഹാസിന്റെ ഉത്തരം അതാണോ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ അപ്പൊ ചോദ്യത്തിനല്ല ഉത്തരമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേക്ക്. ഞാൻ മോഡറേറ്റർ ആണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യാമോ? Can you repeat the question? അല്ലാഹു ദൈവമാണ്. Because you are not answering. അല്ലാഹു ദൈവമാണെന്ന് അല്ലാഹു മുഹമ്മദ് നബിയോട് പറയുന്ന ആയത്താണ് കൊടുക്കാൻ പറഞ്ഞത്. നേരിട്ടാണോ വളഞ്ഞിട്ടാണോ? നേരിട്ട് തന്നെയാണ് എല്ലാ ആയത്തും കൊടുത്തിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കണം. നേരിട്ട് പറഞ്ഞ ആയത്തുണ്ടോ? ഈ ആയത്തിൽ എന്താണ് പ്രശ്നം? ഇവിടെ എന്താ വളഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? എന്നാ മ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞുതരും. അജീഷ് ബ്രദർ പറഞ്ഞുതരും. മ്യൂട്ട് ചെയ്തിട്ടിരുന്നോളൂ, ഇടയ്ക്ക് കയറണ്ട. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതായിട്ട് ഒരായത്ത് പോലും ഖുറാനിലുള്ളതായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ വാദിക്കുന്നില്ല. അള്ളാഹു ഏതൊരു മലക്ക് വഴിയാണ് ഇത് ഇറക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇതായിരുന്നു,
നഗാസ് അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നഗാസ് പറഞ്ഞു 100-101% വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഖുറാന്റെ അകത്ത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്ത് തരൂ, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് തരാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി 20-ാം അധ്യായത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഖുറാന്റെ അകത്ത് എവിടെ അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ച ഒരു ആയത്തില്ലാന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരും മലക്കെന്ന് പറയുന്ന ഒരാളാണ് ഈ ആയത്തുകൾ മൊത്തം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ വാദിക്കേ, ഇതുപോലൊരു കള്ളത്തരം പറഞ്ഞ ഒരു മനുഷ്യൻ നിങ്ങൾ വേറെ ആരെയും കണ്ടിട്ടുണ്ടോ? ഇത്രയ്ക്ക് വലിയൊരു കള്ളത്തരം. കാരണം അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിക ഒരായത്തോലും ഇറക്കി കൊടുത്തിട്ടില്ല നേരിട്ട്, മലക്ക് വഴിയാന്ന് പറയുന്നു. എന്നിട്ട് ഇതുപോലൊരു കള്ളത്തരം പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ നഹാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം ബോധ്യമായല്ലോ. നഹാസെ ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ അജീഷ് ചോദിക്കുകയാണ് അജീഷ് ഒരു മിനിറ്റില്ലേ സിസ്റ്റർ, ഒന്നുകൂടെ ചോദിക്കുകയാണ്. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണോന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഖുറാനായത്താണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി ഉണ്ടെങ്കിൽ തരിക. ലീസിസ്റ്റർ എന്താ പറയാമെന്ന്? അല്ല, ഇദ്ദേഹം കൊണ്ടുവന്ന വാക്ക് തന്നെ അത് അല്ലല്ല, മൂസായോട് മോഡറേറ്റർ പറയുന്നതാണ്. മോഡ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്, അഭിപ്രായം ഇല്ല ഇല്ല, അല്ലല്ല, അഭിപ്രായം പറയല്ലേ, അഭിപ്രായം പറയല്ലേ. പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന നഹാസെ എന്തിനാണ്? അല്ല ഞാൻ നഹാസ് ഇവിടെ മോഡറേറ്റർ ആകണ്ട. ഞാൻ ഉത്തരമില്ലെങ്കിൽ മോഡറേറ്റർ മിണ്ടാതിരിക്കുക. ആവുന്നില്ല. ഇപ്പൊ അജീഷ് എന്നെ മോഡായിട്ട് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, എന്നിട്ട് അത് ചെയ്തിട്ടില്ല. ഇത്ര അജീഷ്, ഇവിടെ പേടിയാണോ? ഞാനും താങ്കളുമായിട്ടാണ് ഇത്രക്ക് പേടിയാണോ? സംസാരിക്കുന്നത്. ഇത്രക്ക് പേടിയാണോ? ഓക്കെ 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 അജീഷ് ബ്രദറെ, ഞാനൊന്ന് താഴേക്ക് പേടിയാണെന്ന് ഇറങ്ങാണ്. ഞാൻ താഴേക്ക് പേടി ഇറങ്ങാം. നഷ്ടമാണെന്ന് വിചാരിച്ചോ? ഇനി അതിന്റെ ഇല്ലില്ല. പേരിൽ ഞാൻ പേടിച്ച് ഓടാൻ ചോദിച്ചത്, നിൽക്കണ്ട. ഞാൻ തന്ന ആയത്തിൽ അജീഷ് നിങ്ങൾ ബ്രദറെ, പറഞ്ഞ ആശയത്തിന് നിങ്ങള് വിപരീതമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തന്ന ആശയത്തിന് ഇപ്പൊ ഖുറാൻ വചനം മുഹമ്മദ് നബിക്ക് അല്ല കൊടുത്തതെന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജിബ്രീലിന് വചനം കിട്ടിയത് അള്ളാഹുവിൽ നിന്നാണെന്ന് അല്ലെന്ന് അഭിപ്രായം ഉണ്ടോ? ഇതൊക്കെയാണ് പറയേണ്ടത്. ഇതിനൊക്കെ തെളിവാണ് അല്ലല്ല, ചോദിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഒറ്റ എന്റെ സെക്കൻഡ് ചോദ്യത്തെ അജീഷ, ഞാൻ വളച്ചൊടിക്കാൻ പറയട്ടെ, നോക്കരുത് നഗാസെ. ഞാൻ പറയട്ടെ. ഇവിടെ കൃത്യമായിട്ട് എന്താണ്, മുഹമ്മദ് നബിയുടെ അധ്യാപനമുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നിങ്ങൾക്ക് അത് എന്താണ്, ഇതെല്ലാം ഈ ഖുറാനിക ആയത്തിന്റെ ഉത്ഭവവും മുഹമ്മദ് നബിയിലൂടെ അവതരണവും ഒക്കെ നിങ്ങൾക്കറിയാം. അതിനപ്പുറം അത് അല്ലാന്ന് എന്താണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് നടന്നിട്ടുള്ളത്. ഇതിനപ്പുറം മറ്റൊരു ചരിത്രം എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അങ്ങനെ വാദിച്ചാൽ തന്നെ അത് കളവായതുകൊണ്ട് കളവായി പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വാദിക്കാനും പറ്റില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതില് നമുക്ക് സംശയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അജീഷ് പറഞ്ഞു. ആ, ഇതാണ് ഉരുണ്ടുകളി അല്ലെങ്കിൽ കള്ളത്തരം എന്ന് പറയുന്നത്. എന്റെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹു ദൈവമാണെന്ന് നഗാസ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നഗാസ് പറഞ്ഞു 100-101% വിശ്വസിക്കുന്നു. എന്നാ പിന്നെ ഞാൻ പറഞ്ഞു അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആയത്ത് തരാൻ പറഞ്ഞപ്പോൾ താങ്കൾ 20-ാം അധ്യായത്തിൽ നിന്ന് നഗാസ് ഒരു ആയത്ത് കൊണ്ടുവന്നിട്ട് വായിച്ചു. ഞാൻ ചോദിച്ചതെന്ത്, പുള്ളി പറഞ്ഞതെന്ത്. അതിനുശേഷം പറയാണ് ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ ഉത്തരവ് ഇതാണെന്ന്. മുഹമ്മദീയരുടെ ഒരു ഗതികേട് ആലോചിച്ച് വെക്കണേ. ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് തോന്നിയ രീതിയിലേ ഉത്തരം പറയത്തുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ ഗതികേടെന്ന് പറയുന്നത്. കാരണം മുഹമ്മദും അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആത്മാവിനെ പറ്റി ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു അത് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ പരിപാടിയാണ് നടത്തിക്കൊണ്ടുവരിക. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അള്ളാഹു ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഖുറാന്റെ അകത്ത് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയാതിരിക്കെ എന്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു കൊണ്ടുവന്ന ഒരു ആയത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോൾ ഇദ്ദേഹം അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഇസ്ലാമിനെയും വെറും തരം താഴ്ത്തി കാണിക്കുന്ന ഇടപാടല്ലേ കാണിച്ചത്. അതിന് മറുപടി ഇല്ലാതായപ്പോഴത്തേനും പറയുകയാണ്, ഞാൻ പിന്നെ ചോദ്യങ്ങൾ വരുമെന്ന് കണ്ടപ്പോഴത്തേനും ഉടനെ പറയുകയാണ് എന്ത്, ചിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, കൊലച്ചിരിയാണ്. മുഹമ്മദിന്റെക്കാൾ കബറിൽ കിടന്ന് അടിമേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പുള്ളി അവിടെ കരയാണെങ്കിലും മുസ്ലിങ്ങൾ ഇവിടെ ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കാട് കയറുന്നത്? എന്നോട് അല്ല, നിങ്ങൾ സംസാരിക്കാം. അവിടെ മിണ്ടായിരി. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ അല്ല, മിണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങൾ അവിടെ പറയണത് മൊത്തം മിണ്ടായിരിക്കുന്നേ. എന്തിനാ മൊത്തം കരയുന്നത്? ചെവിടുന്ന് കേൾക്കാമെന്നൊന്നും ഞാൻ എന്തിനാ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് സംസാരിക്കും. മോഡറേറ്ററോട് മുഹമ്മദ് നബി ഇടയ്ക്ക് അടി കയറരുത്, കൊള്ളുന്നതും അടി ഇടയ്ക്ക് കൊള്ളാത്തതൊക്കെ ഞാനല്ലേ? കയറരുത്. നഹാസെ ഞാൻ മ്യൂട്ട് ചെയ്യും. ഇടയ്ക്ക് കയറി ഞാൻ മ്യൂട്ട് ചെയ്യും. അല്ലല്ല, ഇതിപ്പോ നിങ്ങൾക്ക് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുന്നത് കേട്ടിരിക്കാനല്ലല്ലോ എന്റെ പണി. ഹലോ, നിങ്ങൾ ഇവിടെ വായി നമ്മുടെ തോന്നിയത് ഞങ്ങൾ ആരും വിളിച്ചു പറയുന്നില്ല. അനാവശ്യം പറയരുത്. പിന്നല്ലാണ്ട് ഇവിടെ ഇവിടെ ആരാണ് ഞാനും വായി മജീഷും തോന്നിയത് സംസാരിച്ചത് വിളിച്ചു നിങ്ങൾ പിന്നെ പറഞ്ഞത്? എന്തിനാ നഹാസ് വിഷയത്തിൽ നിന്ന് വിട്ടൊക്കെ മ്യൂട്ട് പോകുന്നത്? ചെയ്യ്, നഹാസ് വിഷയത്തിൽ നിന്ന് മ്യൂട്ട് വിട്ടു ചെയ്യ്. പോകുന്നത്? വലിയ മര്യാദ രാജാവാണല്ലോ. അതെ, മ്യൂട്ട് ചെയ്യ്. തീർച്ചയായിട്ടും മ്യൂട്ട് ചെയ്യാൻ മര്യാദകേട് പറഞ്ഞാൽ മ്യൂട്ട് കാണിക്കുമ്പോഴാണ് ചെയ്യണം. ഇടപെടേണ്ടി മ്യൂട്ട് വരുന്നത്. ചെയ്യ്, മ്യൂട്ട് ചെയ്യ്, മ്യൂട്ട് മര്യാദകേട് ചെയ്യ്. കാണിക്കുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. നിങ്ങളുടെ വലിയ മര്യാദ. അജീഷ് ബ്രദറെ, ഇയാൾ ഈ പറഞ്ഞതിൽ തന്നെ നോക്കൂ. ഇത് മൂസായോട് പറയുന്ന കാര്യം ഇയാള് അതെ അതെ പറയുന്നത്. അതെ. അല്ല, അതിലേക്ക് ഞാൻ വരാമേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മൂസാ നബിയുടെ എന്റെ കാലഘട്ടത്തിൽ ചോദ്യത്തിന് മുഹമ്മദ് നബി ഉണ്ടോ ലീ സിസ്റ്ററെ?
മൂസ നബിയോട് പറഞ്ഞ കാര്യം മുഹമ്മദ് അതെ, നബിയോട് അജീഷ് ബ്രദർ പറയും. പറയുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യും. നിങ്ങൾ ഇവിടെ സംവദിക്കുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. അജീഷ് ബ്രദർ ആണ് ഇനി ഉത്തരം പറയേണ്ടത്. ഓക്കെ. മ്യൂട്ട് അല്ല ചെയ്യൂ, മ്യൂട്ട് എനിക്ക് ചെയ്യൂ. നഹാസ് മ്യൂട്ട് ചെയ്യൂ. ഫസ്റ്റ് യു മ്യൂട്ട്. നിങ്ങളിവിടെ അല്ല വലിയ ലീസിസ്റ്റർ, നിങ്ങൾ റൂളൊക്കെ വെച്ച് മോഡ് ഇവിടെ ചെയ്താൽ പോരെ? എന്തിനാണ് ഞാൻ അജീഷ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ ദേ, ചോദിക്കുന്നത്? നഹാസെ നിങ്ങൾ നഹാസെ കൃത്യമായിട്ട് ഈ മോഡ് ചെയ്യൂ. നഹാസെ മോഡറേഷൻ ഞങ്ങൾക്ക് അജീഷ് നഹാസെ മോഡറേഷൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ മോഡറേറ്റർ ആക്കും പ്ലീസ്. നഹാസെ ഞങ്ങൾ കുറെ സഹിച്ചു കേട്ടോ. ഇവിടെയുള്ള എല്ലാവരെയും താഴെ ഇറക്കാൻ താങ്കൾ പേടിച്ച് പറിച്ച് പാൻഡിൽ മുള്ളിയിട്ടാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ഇതും ഇവിടെ ഇല്ല. കയറിയിരുന്ന അനാവശ്യ എല്ലാവർക്കും വർത്താനം വേണ്ടിയിട്ട് പറയണ്ട. സംസാരിക്കാൻ എനിക്കൊരു നാവേ ഉള്ളൂ. അതുകൊണ്ടാണ് അനാവശ്യം പേടിയാ പറയണ്ട. നിങ്ങളെ. അനാവശ്യം പറയണ്ട. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം. ബസ്. യെസ്, അജീഷ് ബ്രദർ സംസാരിക്കും. ഓക്കെ. അപ്പൊ ഖുറാന്റെ അകത്ത് എവിടെയും അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്ന ആളിനോട് ഒരു വാക്ക് പോലും നേരിട്ട് സംസാരിച്ചതായിട്ട് ഇല്ലാതിരിക്കെ ഇദ്ദേഹം ആ ആയത്തുമായിട്ട് വന്നു. ഇനി ആ ആയത്ത് ആരോട് പറഞ്ഞതാ? അത് മൂസയോട് പറഞ്ഞതാണ്. എന്റെ ചോദ്യം എന്താണ്? ഇത് ഓരോരോ കള്ളത്തരമായിട്ട് ഓഡിയൻസ് ആയിട്ടുള്ളവർ കേട്ടുകൊണ്ടിരിക്കണം. ആദ്യത്തെ ചോദ്യം അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒരു കള്ളത്തരമായിട്ട് വന്നു. സൂറ 20 നിന്ന് എടുത്തുകൊണ്ട് വന്നു, അധ്യായം 20 നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അത് കള്ളമാണ്. കാരണം അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ ഒരു ആയത്ത് പോലും നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ കള്ളൻ. രണ്ട്, മൂസയോട് പറഞ്ഞ കാര്യം മുഹമ്മദിന്റെ തലയിലേക്ക് വെച്ച ഒരു മനുഷ്യനാണ് നഗാസ്. അതുകൂടെ നിങ്ങൾ ചിന്തിക്കണേ. മൂസയോട് ഞാൻ മുഹമ്മദിനോട് പറഞ്ഞ കാര്യത്തിന് മൂസയുടെ ആയത്തുമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞ കാര്യമാണ്, അത് മൂസയോട് പറഞ്ഞ കാര്യമാണ്, അല്ലാതെ മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതല്ല. നഗാസിനോട് ഞാൻ ഇപ്പോഴും പറയാണ്, അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ഖുറാനായത്തുണ്ടെങ്കിൽ അതെടുത്തൊന്ന് പോസ്റ്റ് ചെയ്യുന്നേ, എന്നിട്ട് നമുക്ക് അള്ളാഹു ദൈവമാണല്ലോ എന്ന് പറയാം. ആദ്യം അള്ളാഹു ദൈവമാണെന്ന് മുഹമ്മദിനോട്, അന്ത്യപ്രവാചകനായ മുഹമ്മദിനോട്. കാരണം മൂസയ്ക്ക് തെറ്റുപറ്റിയെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർക്ക് സ്വർഗപ്രവേശനത്തിന് മുഹമ്മദിന്റെ ശുപാർശ വേണമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശുപാർശ ചെയ്യുന്ന ആൾ അത്രയ്ക്ക് കേമനായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ കേമത്തം കാണിച്ച മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞ ഒരു ഖുറാനായത്ത്, ഞാൻ ദൈവമാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബാക്കി സംസാരിക്കും കേട്ടാ. അജീഷ്, ഇത് വല്ലാത്ത കോമഡിയാണ് കേട്ടോ. മുഹമ്മദ് നബിയുടെ കാലഘട്ടവും മൂസാ നബിയുടെ കാലഘട്ടവും വെവ്വേറെയാണ്. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞ കാര്യം മുഹമ്മദ് നബി അറിയാൻ ഒരു വഴിയില്ല, അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാതെ. ഇത് ഖുറാന്റെ അധ്യാപനമാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ, അതായത് ഞാൻ തന്നെയാണ് ദൈവം, എന്നെ മാത്രം ആരാധിക്കാവൂ എന്ന് അള്ളാഹു പറയുന്ന വചനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രത്തോളം കൃത്യമായിട്ടുള്ള ഈ വചനം കൊണ്ടുവന്നത്. ഇനി ഇതേ ആശയം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഖുറാൻ മുഴുവനുള്ളത്. മുഹമ്മദ് നബിയോട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ എന്തർത്ഥത്തിലാണ് മൂസയോട് പറഞ്ഞെന്നും പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ മൂസയോട് അള്ളാഹു സംസാരിച്ചതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഖുറാനാണ്. ഖുറാൻ വ്യാഖ്യാനിക്കേണ്ടത് ഞാനാണ്. ഖുറാൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് അജീഷിന്റെ ചോദ്യങ്ങൾക്ക്, വികലമായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം അജീഷ് ചോദ്യങ്ങൾ എറിയുന്നത് പോലെ ആ ചോദ്യങ്ങൾക്ക് പിറകെ നടന്ന് ഓടലല്ല എനിക്കുള്ള ഉത്തരം. ഞാൻ മനസ്സിലാക്കിയ എന്റെ മതത്തിന്റെ, എന്റെ ഖുറാന്റെ വിശദീകരണം, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആശയം എടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന, അതായത് നിങ്ങളൊരു ചോദ്യം അറിയും. ഇപ്പോ ഞാൻ ചോദിക്കുവാണ് നിങ്ങളുടെ അടുത്ത്, ജീസസ് ഞാൻ ദൈവമാണ് എന്നെ വേണ്ട ആരാധിക്കൂ. അങ്ങോട്ടൊന്നും പോകണ്ട. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് നിർത്തുക. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിർത്തുക. ഇല്ല, അതത്രേ ഉള്ളൂ. ആശയം പറയാൻ വേറെ സമയം. ഇതിപ്പോ നിങ്ങൾ തമ്മിൽ സംവാദത്തിന് എല്ലാരെയും താഴെ ഇറക്കിയിട്ട് ഇവിടെ കഥ കേൾക്കാൻ ഇഷ്ടമില്ല. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തോളൂ. യേശുവിന്റെ കഥയാണോ? ഹലോ, മ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ. ഇങ്ങനെ തന്നെയാണ്. പേടിയാ, ഭയങ്കര പേടിയാ. വീടിനകത്ത് മൂത്രം ഒഴിക്കുന്നവരാ ഞങ്ങള്, പാത്രത്തിനകത്ത്. നഹാസെ മ്യൂട്ട് ചെയ്തോളൂ. അല്ല, എനിക്ക് ഈ സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് കയറുന്ന എന്തിനാണ്? എന്താ ഒരു ടൈം? ഇവിടെ വയല് കേൾക്കണ്ട. വയല് കേൾക്കാനല്ല ഇരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വയല് കേൾക്കണ്ട. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ബൈബിളിലേക്ക് യേശുവിലേക്കൊക്കെ പോയത്?
ഓക്കെ, എന്താ കഷ്ടം നോക്കിയേ. അതെ, അത് നിങ്ങളുടെ കിതാബിലുള്ള ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ ഗുഡ് ബോയ്, ഇപ്പൊ മ്യൂട്ട് ചെയ്തോളൂ, സംവാദത്തിലിരിക്കുന്ന ആരാണ്? ലീ മ്യൂട്ട് സിസ്റ്റർ ആണോ അതോ ചെയ്തോളൂ, അജീഷ് ആണോ? മ്യൂട്ട് നിങ്ങൾ ഒരു ചെയ്തോളൂ, കാര്യം ചെയ്യും, മ്യൂട്ട് ചെയ്തോളൂ. ഒരു യു ഹാവ് ടൈം നോ ഫിക്സ് ആൻസർ, ചെയ്യ്. യു മ്യൂട്ട് ഹാവ് ചെയ്യ്, നോ മ്യൂട്ട് ചെയ്യുന്ന ആൻസർ, പറഞ്ഞാൽ സോ ഞാൻ യു ക്യാൻ മ്യൂട്ട്. സംസാരിക്കാനാണ് കയറി വന്നിരിക്കുന്നത്, നിങ്ങളെ കേൾക്കാൻ മാത്രമല്ല. വയൽ പറയാനല്ല, സംസാരിക്കാൻ, ചോദ്യത്തിന് ഉത്തരം പറയണം. ഉത്തരമില്ല, മ്യൂട്ട് ചെയ്തോളൂ. അജീഷ് ബ്രദറിന്റെ സമയമാണ്. ഇതെന്ത് വൃത്തികെട്ട മോഡറേഷൻ ആണ്? എനിക്കൊരു ടൈം ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ആ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഇവിടെ ടൈമിൽ എന്നെ സംസാരിക്കാൻ അജീഷ് അനുവദിക്കുക. ബ്രദറിനെ അവഹേളിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി നിങ്ങൾ അവഹേളനമാണെങ്കിൽ നിങ്ങളുടെ കിതാബിലെ രീതിയിലാണെങ്കിൽ അജീഷ് ബ്രദർ അതിന് ഡീൽ ചെയ്തോളും. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി. ഞാൻ മ്യൂട്ട് ഇവിടെ ഒരു ചെയ്തു. അവഹേളനവും നടന്നില്ല. എന്റെ വായിൽ നിന്ന് യേശു എന്നൊരു വാക്ക് വീണ് അത് നിങ്ങൾക്ക് അവഹേളനവും വൃത്തികേടൊക്കെ ആയിട്ട് അത് എന്റെ I കുറ്റമല്ല muted സിസ്റ്റർ. you. Now don't take the mute. അല്ല, Don't നിങ്ങൾ take the mute. ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ I'm ടൈമിൽ എന്നെ muting you. സംസാരിക്കാൻ Don't. അനുവദിക്കുക. ഒരു ടൈം ഫിക്സ് ചെയ്തു. നിങ്ങൾ ഇവിടെ വയൽ പറയണ്ടെന്ന്. നഗാസെ അജീഷ് ബ്രദറിന്റെ സമയമാണിത്. പിന്നെ എനിക്ക് അജീഷ് സംസാരിക്കട്ടെ, ബ്രദറിന്റെ ഞാൻ സമയമാണിത്. സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ വന്നത്. നഗാസെ ഒരു സെക്കൻഡ് നഗാസെ ഒരു സെക്കൻഡ്. അതായത് രജിസ്ട്രേഷൻ മ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ മ്യൂട്ട് ചെയ്തിരുന്നു. അതിനുശേഷം നിങ്ങൾ പറഞ്ഞതിന് ശേഷം അജിസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. ആശയം പറയുന്നതിനിടയ്ക്ക് ഇടപെട്ടാൽ എങ്ങനെയാ നമുക്ക് എന്താണ് ആ ഫ്ലോ പോവല്ലേ? നിങ്ങളുടെ ആശയമല്ല ചോദിച്ചത്, നിങ്ങളോട് ഉത്തരം പറയാൻ പറഞ്ഞു. ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ നിങ്ങൾ ആശയം നിങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വിശദീകരിക്കണ്ടെന്ന്. നിങ്ങൾ വിശദീകരിക്കണ്ട. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മ്യൂട്ട് ചെയ്തിരിക്കാനാ പറഞ്ഞത്. എന്നാ പിന്നെ എന്റെ ആശയം ഉത്തരം ചോദിച്ചോ? ഞാൻ ആദ്യമേ ആരെങ്കിലും പറഞ്ഞല്ലോ. ആശയം ചോദിച്ചോ? നിങ്ങളോട് ആശയം ചോദിച്ചോ? ഉത്തരം ചോദിച്ചോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അജീഷ് ബ്രദറിന്റെ സമയമാണ്. മ്യൂട്ട് ചെയ്യൂ. അല്ല, നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യാം. ഇയാളിപ്പോ ഇറങ്ങി പോകാനുള്ള പരിപാടി അജീഷ് ബ്രദറെ. ഓൾറെഡി ടൈം ഹി ഈസ് ഫിക്സ് ഔട്ട്. ചെയ്യ്, ടൈം ഫിക്സ് അജീഷ് ചെയ്യ്. ബ്രദർ, മോഡറേഷൻ ഒക്കെ അജീഷ് ബ്രദർ കറക്റ്റ് ആയിട്ട് നടക്കണ്ടേ? അജീഷ് ബ്രദർ എന്ത് പറയുന്നു? He ഒരു doesn't ടൈം have. ഫിക്സ് ചെയ്യ്. അല്ലല്ല, അജീഷ്, പുള്ളി ഞാൻ പറഞ്ഞത് സമയം ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഒരു എന്റെ കാര്യം ചെയ്യണേ, നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു സംവാദം ടൈം ഫിക്സ് ചെയ്ത് അങ്ങ് വെച്ചാലോ? എന്ത് പറയുന്നു? ഒരു 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 പ്രിപ്പറേഷനും ഇല്ലാതെ വന്നത്. ഞാൻ ജസ്റ്റ് നമ്മളെ ഈ ഒരു അല്ല, ഇന്നല്ലെന്നേ നിങ്ങൾ ഒരു ഡേറ്റ് പറഞ്ഞു. അല്ല അജീഷേ, ഇത് നമ്മൾ ഒരു അല്ല, പ്രാവശ്യം നിങ്ങളൊരു ഡേറ്റ് ചെയ്തത്. പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞ ടൈം ഫിക്സ് അജീഷാണോ ചെയ്യാൻ നിങ്ങൾ വാര്യറാണോ? തന്നെ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം അജീഷാണോ ചെയ്യും, വാര്യറാണോ ഇതിനു മുമ്പ് വന്നത്? എനിക്ക് ആരാന്ന് തന്നെ ഓർമ്മയില്ല. ഇതിനു മുമ്പ് ഞാനും ഫാദും വന്നപ്പോ സംസാരിച്ചത് ആരാണ്? വാര്യറാണോ അജീഷാണോ? എന്ത് സംസാരിച്ചു? ഒരു വട്ടായോ? സംവാദം. എന്ത് സംസാരിച്ചു? വാര്യറാണ്. നസ്രീം ബദറും കൂടാ അവർ രണ്ടുപേരാ വന്നത്. അപ്പൊ ശരിയെന്നാ, ഈ ഒരു വിഷയത്തില് നല്ലൊരു മോഡറേറ്ററെ വെച്ചിട്ട് ഞാനും ഒരു മോഡറേറ്ററെ കൊണ്ടുവരാം. അല്ല, ഒരു സെക്കൻഡ് അജീഷ് അത് ഞാൻ നാളെ തന്നെ പറയട്ടെ. സംവാദം നടത്താം. അത് ഞാൻ പറയട്ടെ. ഫഹദ് ഓടി, അതിനുശേഷം നവാസ് ഓടി. അതായത് വാര്യർ ബദറും നസ്രീം ബദറും ആയിരുന്നു അന്ന് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഓടുന്നതിനായിട്ട് വരണ്ട. പറഞ്ഞോളൂ അജീഷ് ബദറ. ഞാൻ വരാന്ന് പറഞ്ഞതല്ല അച്ഛനെ, അല്ല അച്ഛൻ കുഞ്ഞ്. ഇവിടെ അജീഷ് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇവിടെ അന്ന് നടന്നത് നമ്മുടെ സഭ്യമായ രീതിയിൽ ഒരു സംവാദം വേണമെന്ന് പറഞ്ഞ് അതിന്റെ ആ ഒരു എന്താണ് മാന്യത നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. നമ്മുടെ അവതരണം കഴിഞ്ഞു. എന്താണ് വാര്യറും നസ്രേനും അവർ പറഞ്ഞ ആ ഒരു നിലവാരത്തിൽ നിന്ന് വളരെ വളരെ താഴ്ന്നു പോയി. അവഹേളനത്തിന്റെ അങ്ങേയറ്റം പറഞ്ഞു. നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. മാന്യമായിട്ട് പറഞ്ഞിട്ട് പോയി. മാന്യമായിട്ട് നിങ്ങൾക്ക് ഡെയിലി പറഞ്ഞും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്താണ് മാന്യത, എന്താണ് അമാന്യത എന്ന് അറിയത്തില്ല. അത് നമ്മുടെ പ്രശ്നമല്ല. എപ്പോ ഡിബേറ്റ് നടത്താൻ പറ്റും? എപ്പോഴ്? നമുക്ക് നാളെ നടത്താം. നാളെ വൈകുന്നേരം 8 മണിക്ക് ഇന്ത്യൻ ടൈം നോക്കാം. ഇന്ത്യൻ ടൈം 8 മണിക്ക്. ഓക്കെ. എത്ര മിനിറ്റ് വേണം നവാസിന്റെ വിഷയം പറഞ്ഞണം? ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാം. അള്ളാഹുവിന്റെ ദൈവികത, അള്ളാഹുവിന്റെ ദൈവികതയും ബൈബിൾ ഖുറാനിലെ ദൈവികത, അത് വേണം. ബൈബിളിലെയും ഖുറാനിലെ ദൈവികത. താങ്കളുടെ പക്ഷത്തു നിന്ന് ബൈബിളിലെ ദൈവികത തെളിയിക്കണം, എന്റെ പക്ഷത്തു നിന്ന് ഖുറാന്റെ ദൈവികത തെളിയിക്കാം. ഓക്കെ. അതിന്റെ അകത്ത് ഏതൊക്കെ വിഷയം വരും? ബൈബിള് തന്നെയാണ് വിഷയം, ഖുറാൻ തന്നെയാണ് വിഷയം. അപ്പം അല്ല അങ്ങനല്ല. അപ്പം ഖുറാനും ഇസ്ലാമിക പ്രമാണങ്ങൾ എനിക്ക് എടുക്കാം, എല്ലാ പുസ്തകങ്ങളും എടുക്കാം. അപ്പൊ ഹദീസും കാര്യങ്ങളും എല്ലാം എനിക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം എത്ര സമയമാണ്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് റെഫറൻസ് പറഞ്ഞിട്ട് എന്താണ് ചോദ്യം എന്താണ് റെഫറൻസ് പറഞ്ഞ് ചോദിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് റെഫറൻസ് അല്ല. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നവാസ്
എനിക്ക് റെഫറൻസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് മറുപടി തരണം. നഗാസ് എന്നോട് ബൈബിളിൽ എന്റെ നിന്ന് ഒരു ചോദ്യം മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ റെഫറൻസ് വെച്ചിട്ടായിരിക്കും, എന്റെ മറുപടി റെഫറൻസ് വെച്ചിട്ടായിരിക്കും. പക്ഷെ ചോദ്യം വരുന്നത് ചുമ്മാ റെഫറൻസ് പറഞ്ഞു പോവുക മാത്രമല്ല, അത് വായിച്ചിട്ട് ചോദ്യമായിട്ട് ചോദിക്കണം. ഓക്കെ, അത് അത് ഹദീസ് കുഴപ്പമില്ല, ആയാലും ഖുറാൻ ആയാലും എന്തായാലും. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നല്ല കാര്യം. ഓക്കെ അപ്പം നഗാസിന് സംസാരിക്കാൻ എത്ര സമയം വേണം? നിങ്ങൾ ടൈം ഒക്കെ വെച്ചോ, 10-15 മിനിറ്റ് ഒക്കെ ഒരു അത് വേണ്ട, അത് വേണ്ട, അത് introduction വേണ്ട. അത് കഴിഞ്ഞ ദിവസം ഭഗത് ഒരു പരിപാടി കാണിച്ചു, സമയമെല്ലാം അവരങ്ങ് നിശ്ചയിച്ചതായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് സംവാദത്തിന് വന്നുകൊണ്ട് ഒരു അളിഞ്ഞ വർത്താനം ഭഗത് പറഞ്ഞു. അത് വേണ്ട, നിങ്ങൾ പറ, നിങ്ങൾക്ക് ഫസ്റ്റ് വിഷയാവതരണത്തിന് എത്ര സമയം വേണം? നിങ്ങളുടെ സമയം പറ, നിങ്ങൾക്ക് എത്ര വേണം? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഓക്കെ, 10 മിനിറ്റ്. നിങ്ങൾക്ക് 10 മിനിറ്റ്, എനിക്കത് വിഷയാവതരണം 10 പറ്റത്തില്ല, മിനിറ്റ്. എനിക്കത് പറ്റത്തില്ല. അതല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എഗ്രിമെന്റ് മൊത്തം എഴുതിക്കൊണ്ട് പോയി എല്ലാം സെറ്റാക്കിയ ആള് പിന്നീട് അവിടെ ഇരുന്നോട്ട് പറഞ്ഞതാണ് അവരാണ് സമയം എല്ലാം തീരുമാനിച്ചതെന്ന് പറഞ്ഞ കള്ളനാണ് ഭഗത്. അതുകൊണ്ടാണ്, കാരണം ആ കൂട്ടത്തിൽ ഇവിടെ നഗാസും ഇല്ലാത്ത ആളെ ഉണ്ടായിരുന്നല്ലോ. പറ്റിയിട്ട് അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടെ ഇല്ലാത്ത ആളെ പറ്റിയിട്ട് അങ്ങനെ പറയല്ലേ. എന്നാ നഗാസ് പറ, എത്ര? എനിക്ക് എന്തൊക്കെയാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വേണം. അരമണിക്കൂറൊക്കെ വേണം? എനിക്ക് വേണം, കാരണം നിങ്ങളുടെ പുസ്തകങ്ങളും എല്ലാം എനിക്ക് റെഫർ ചെയ്യണ്ടേ. ഓക്കെ, അരമണിക്കൂർ എന്നാ അതേ കണക്ക് എനിക്കും തന്നു, കുഴപ്പമില്ല, പ്രശ്നമില്ല. ശരി, അരമണിക്കൂർ. ആരെല്ലാം ഒന്ന് എഴുതിയെടുത്തോണേ. ഇപ്പൊ രണ്ടാമത്തെ ഉപഖണ്ഡനം ഉണ്ടല്ലോ, അത് എത്ര മിനിറ്റാ? ഒറ്റ സെക്കൻഡ്. ഉപഖണ്ഡനം അരമണിക്കൂറാണെങ്കിൽ 15 മിനിറ്റ്. ഖണ്ഡനമാണ്, ഉപഖണ്ഡനമല്ല, ഖണ്ഡനം. ഖണ്ഡനം, ഉപഖണ്ഡനം എത്ര മിനിറ്റാ? 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പം അരമണിക്കൂർ, 15 മിനിറ്റ്, 10 മിനിറ്റ്. ഓക്കെ. ഇനി ചോദ്യോത്തരം എത്രയാണ്? എത്ര ചോദ്യം? ചോദ്യം ഓഡിയൻസിനുള്ളത് കൊടുത്താൽ മതിയല്ലോ, നമുക്ക് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞു. നമ്മൾ തമ്മിൽ ചോദ്യമുണ്ട്. അതെന്താ പിന്നെ ഖണ്ഡനവും ഉപഖണ്ഡനവും ഒക്കെ വെച്ചിട്ട് പിന്നെ എന്നാ പിന്നെ ഉപഖണ്ഡനം മാറ്റി ഖണ്ഡനം മാത്രം ആക്കുക. അല്ല, വിഷയാവതരണത്തെ അല്ലേ ഖണ്ഡനവും ഉപഖണ്ഡനമാക്കുന്നത്, അല്ലാതെ ചോദ്യോത്തര വേളയുണ്ട്, ആ ചോദ്യവും കൂടെ വേണം. ഇല്ലാതെ അങ്ങനെ ഓഡിയൻസിന് മാത്രം ചോദ്യം ചോദിച്ചിട്ട് സംവാദകർ മാറിയിരുന്നാൽ ശരിയാവും. സംവാദകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം എത്ര മിനിറ്റ്, എത്ര ചോദ്യം? ബ്രദറെ, അത് ഒരു 2-3 സെക്ഷൻ ആയിട്ട് പോവല്ലേ. നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ കുഴപ്പമില്ല. വിഷയാവതരണം വെച്ചു. അല്ലല്ല, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ അല്ല, നമ്മുടെ എല്ലാം നമുക്ക് ടൈമിന് വിലയില്ലേ. എനിക്ക് ഒരു വെള്ളിയാഴ്ച കിട്ടുന്നതല്ലേ, നമുക്ക് അത് മൊത്തത്തിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നാളെ? ഞാനാണോ പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ നാളെ എന്ന് പറഞ്ഞത്? ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? ഒരു വെള്ളിയാഴ്ചയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾ തന്നെയല്ലേ വെള്ളിയാഴ്ച പറഞ്ഞത് നാളെന്ന്? എന്നാ പിന്നെ നാളെ അല്ലേ വെള്ളി? അത് തന്നെ, നിങ്ങളാണ് ദിവസം പറഞ്ഞത്, ഞാനല്ല ദിവസം പറഞ്ഞത്. ബ്രദറെ, അത് തന്നെയാണ് പറഞ്ഞത്. ഒരു വെള്ളിയാഴ്ച, അതിപ്പോ എന്നായാലും ഒരു വെള്ളിയാഴ്ച നടക്കുള്ളൂ. അതുകൊണ്ടാണ് നാളത്തെ വെള്ളിയിൽ തന്നെ ഞാൻ നടത്താന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ റെഡിയാണതേ. അത് തന്നെയാണ് പറഞ്ഞത്. ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ഈ വിഷയാവതരണത്തിന് അരമണിക്കൂർ എടുത്ത് എന്റെയും നിങ്ങളെയും കൂടെ ആകുമ്പോൾ വിഷയാവതരണം മാത്രം ആകുമ്പോൾ തന്നെ 1 മണിക്കൂർ പോവുകയാണ്. പിന്നെ ഖണ്ഡനത്തിന് 15 മിനിറ്റ് ആയിട്ട് അത് അരമണിക്കൂർ പോവുകയാണ്. അപ്പൊ 1.5 മണിക്കൂറായി. വീണ്ടും 20 മിനിറ്റ് ഉപഖണ്ഡനത്തിന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുവാണ്, വേണമെന്ന് പറയുവാണ്. അപ്പൊ എത്രയായി? 1:50ആയി. 2 മണിക്കൂർ അടുപ്പിച്ചായി. അതിനുശേഷം പിന്നെ ചോദ്യം ഉത്തരവും എന്തായാലും എന്താണ് ഒരു 10-15 മിനിറ്റ് അതിന് ആവശ്യം വരില്ലേ? ഒരു 5 ചോദ്യമെങ്കിലും മിനിമം വേണ്ടേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഉപഖണ്ഡനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു 20 മിനിറ്റ് അങ്ങ് മാറ്റിയാൽ ആ 20 മിനിറ്റ് കുറച്ച് കിട്ടില്ലേ? അല്ല, എന്തെക്കാളും നമ്മൾ തമ്മിൽ ഒരു ചോദ്യോത്തര വേളയുണ്ട്. അതാണ് പറഞ്ഞ ഉപഖണ്ഡനത്തിന്റെ ആ ടൈം ചോദ്യോത്തരത്തിന് എടുക്കാം. നഗാസ 2 മണിക്കൂർ തികഞ്ഞില്ല. 1 മണിക്കൂർ എത്ര 40 മിനിറ്റ് ആയതേ ഉള്ളൂ. 50 മിനിറ്റ്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വേണ്ടേ ചർച്ച? എന്തിനെന്നോ? അല്ല അജീഷ, ഞാൻ പറഞ്ഞത് ഈ ഉപഖണ്ഡനത്തിന്റെ ടൈം ആ 20 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചോദ്യ ഉത്തരത്തിന് എടുക്കാമല്ലോ, നമുക്ക് എടുക്കാമല്ലോ. അത് വേണ്ടതേ. എനിക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾക്ക് എന്നോടും ചോദിക്കാനുണ്ടല്ലോ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാന്നേ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, വിഷയാവതരണം 20 മിനിറ്റ്. അത് നടപടി ആവൂല, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ലേ. നിങ്ങൾക്ക് ചിലപ്പോ കുറച്ചേ ഉള്ളായിരിക്കും, എനിക്ക് സംസാരിക്കാനുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് കൃത്യമായിട്ട് പിന്നെ ഒരു ദിവസം തീരുമാനിക്കാം, അടുത്ത ആഴ്ച നോക്കാം. അന്നേരം അങ്ങനെ അങ്ങോട്ട് പോട്ടെ, ആയിരിക്കും നല്ലത്. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് ഒരാഴ്ച ഉണ്ടല്ലോ, അതിനിടയ്ക്ക് നമുക്ക് കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്താം. ഓക്കെ, ഓക്കെ, ശരി. ശരി.
അന്നേരം ഇന്നത്തെ അജീഷ് എന്ത് വിഷയമാണ് വിഷയം? ബൈബിളിലെ ദൈവികത, ഖുറാന്റെ ദൈവികത. ശരി. അപ്പൊ അത് 20 പറഞ്ഞു. അജീഷും നഗാസും കൂടാണ്. ഞാനും നഗാസോടാണ്. അതെ, ഞാൻ ഇത് ഞാൻ ഒരാളെ മുകളിലേക്ക് വിളിക്കുന്നുണ്ട്. നീ ഒന്ന് മുകളിലേക്ക് കയറി വന്നേ. ഒന്ന് കയറി വന്നേ.